അപ്പൊ എല്ലാവർക്കും രണ്ടുപേരത്തോട്ട് പറയണം റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് 5 വീക്ക് ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? നിന്നോടൊക്കെ ഞാൻ പറഞ്ഞതല്ലേ അതൊരു സാധനമാണെന്ന്. ഞാൻ നിന്നോടൊക്കെ പറഞ്ഞതല്ലേ. കത്തിയില്ലേ കത്തി? എന്റെ അമ്മോ എടാ കാണിച്ചു തരാവേ. നോക്കട്ടെ ഇതിനകത്തത് കാണിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചാനൽ ട്രെൻഡിങ് ഫോർ ഗെയിമിംഗ്. ഗൈസ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോക്ക് ഇപ്പൊ 80,000 വ്യൂസ് അടുപ്പിച്ചെന്തോ ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. മനസ്സിലായ? ഇത് അപ്ഡേറ്റ് ആവുന്നതേ ഉള്ളൂ. കിൽമോ ബ്രോ താങ്ക് യു സോ മച്ച് 2 വീക്കിൽ ഗെയിമിംഗ് മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച്. വേറെ ലെവൽ ഒന്നും പറയാനില്ലെന്ന്. പിന്നെ അല്ല താങ്ക് യു. ഇത് 1100 പേര് 1600 പേര് എത്തിയല്ലേ. അതാ പറഞ്ഞ എല്ലാവരും എവിടെ പോയെന്ന്. ഗൈസ് എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ഗൈസ് എല്ലാവർക്കും ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. അതൊരു സാധനമാണെന്ന് ഞാൻ പറഞ്ഞ അതാണ്. അവന്റെ ഓരോ വീഡിയോയ്ക്കും അവനൊരു യുണീക്നെസ് കൊണ്ടുവരും. ഇതെന്താ പറയാ, ഇതിപ്പോ എക്സാമ്പിൾ നമ്മൾ വിജയ് ഫാൻസിനൊക്കെ വേണ്ടിയിട്ട് പടം ഇറക്കൂലേ, വിജയ് ഫാൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു പടം, അതുപോലെ TVA ഫാൻസിന് മാത്രമായിട്ടുള്ളൊരു പടമായിരുന്നത്. അയ്യോ കിടിലല്ലേ. ഒന്നുകൂടെ കാണുന്ന എടാ ഞാൻ ഇന്നത് എത്ര വട്ടം കണ്ടെന്ന് എനിക്ക് അറിഞ്ഞുവിടണം. ഇനി ഒന്നുകൂടെ കാണാൻ വയ്യ. ഇനി എടാ അതിനകത്ത് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീൻ പറയട്ടെ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഫേവറേറ്റ് സീൻ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാവേ. എൻ്റെ ഫേവറേറ്റ് സീൻ ഇതാണ്. ഞാൻ കാണിക്കാം, വെയിറ്റ്. എന്തോ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ. ഇതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് സീൻ. എനിക്ക് ഇതിൽ ഒരു സീൻ ഇഷ്ടപ്പെട്ടില്ല. എന്റെ എൻട്രി അതൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ട സീൻ നിനക്ക് വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല. 5 മിനിറ്റ് 5 മിനിറ്റ് പാട്ട് എല്ലാം വിഷയമല്ലേ. നീ ഇപ്പോഴും വളർന്നിട്ടില്ലല്ലോ. നീ എത്ര കാലമാടാ. നീ ഇപ്പോഴും മനസ്സിലാക്കണം, നമ്മളത്ര വളരുമ്പോ നീ നമുക്ക് ഓസ്ട്രേലിയക്ക് അറിയത്തില്ലല്ലേ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പാട്ട് 2 വട്ടം കേട്ട് കഴിയും. സത്യമായിട്ടും എന്റെ അമ്മോ. അല്ലടാ നിന്റെ കൂട്ടത്തിലുള്ളവൻ പറയുന്നില്ല നമ്മളങ്ങ് അടിച്ചു മലത്തിന്. എപ്പോഴാണ് നീ അടിച്ചു മലത്തി ഒന്ന് പറഞ്ഞാക്കാതെ. സീറ്റങ്ങളെ അടിച്ചിട്ട് അവരുടെ പോയി മെസ്സ് അടിച്ചത് പോലെ 14-20 അത് ഏതാ സീന? അത് നോക്കട്ടെ. 14-20 ഏതാ നോക്കട്ടെ. 14-20 കുറെ ഫാൻസ് ഉണ്ടല്ലോ. നോക്കട്ടെ. മച്ചു ഇല്ലാത്ത ചുണ്ടിക്ക് ഇത്ര റിയാക്ഷൻ വേണോ? നിങ്ങളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നോക്കിക്കോണേ. മാത്രമേ നോട്ടീസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത് നോക്കിക്കോണേ. പറമ്പ് വെച്ചാൽ പന്നിയത് അവിടെ പെർമനന്റ് ആയിട്ട് ഒട്ടിച്ച് എന്തെങ്കിലും ഒരു സാധനം അവിടെ തള്ളി വെളിയിലോട്ട് ഇരുന്നോട്ടത്. അയ്യോ എന്ത് സാധനമല്ലേ ഗൈസ്. കാണാത്തവർ ഡു വാച്ച്. നമ്മൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു കണ്ടന്റ് ഇടാൻ നമുക്ക് ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മൾ ആദ്യം ഒരു അതുപോലെ വേറൊരു സീനുണ്ട് കേട്ടോ ഇതിനകത്ത്. അതുപോലെ വേറൊരു സീനുണ്ട്, ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോണേ. അതും കാണേണ്ട സീനാണ് നിങ്ങള്. ഈ സീൻ നോക്കിക്കോണേ. ഇനിയാണ് എന്റെ ഷോ. വല്ലാത്ത ജീവിതം തന്നെയാണോ നിന്റെ? പയ്യൊരു കംബാക്ക് ഒക്കെ അടിക്കാനായിട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അന്നേരമേ അടച്ചു എന്ത് പറയാനല്ലേ. അപ്പൊ ഗൈസ് എന്തായാലും വീഡിയോ ഒക്കെ കാണാത്തവരൊക്കെ കുറെ റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ
ഞാൻ നോക്കി 2598 കമന്റ്സ് ആയി ഇപ്പൊ തന്നെ. സോ നിങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്മളെ അറിയിക്കണം. ഫ്രിഡ്ജ് കൊണ്ടുപോയെന്ന് വീഡിയോ സത്യമല്ലേ? ഫ്രിഡ്ജ് കൊണ്ടുപോയല്ലേ വീഡിയോ? സുനിമോൻ കെട്ട് ഷൗട്ടെക്സോ? എടാ അങ്ങനൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങളും അടിപിടിയൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ചെയ്തു തന്നതിൽ രണ്ടുപേരും ക്ലാസിക്കാ, മനസ്സിലായ? അങ്ങനെ ഒരു കമ്പാരിസണിന് ഇവിടെ എന്റെ ചാറ്റിൽ അത് പറയരുത്, എന്റെ ചാറ്റിൽ അത് പറയരുത്, മനസ്സിലായ? അത് അവരെ രണ്ടുപേരും കമ്പയർ ചെയ്യാം. രണ്ടുപേരുടെയും സ്കിൽ സെറ്റ് ഒന്നും കമ്പയർ ചെയ്യാനുള്ള അതൊന്നും ഇത് ചെയ്യാൻ അറിയാത്ത നമുക്കില്ല എന്തായാലും. അവർക്ക് രണ്ടുപേർക്കും ഓരോരോ ശൈലിയാ. അതിൽ ഇത്രയും നാൾ നീയൊക്കെ തീയും പുകയിട്ടത് അവന്റെ വീഡിയോക്കകത്ത. ഇന്ന് അവര് ആ കമ്പാരിസൺ എനിക്കില്ല. ചിലപ്പോൾ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇത് വെച്ച് കമ്പയർ ചെയ്ത് എന്റെ ചാറ്റിൽ പറയരുത്, മനസ്സിലായ? അതിനോട് എനിക്ക് താല്പര്യമില്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. ജോക്കിയുടെ സീൻ അതൊരു അതിന്റെയൊക്കെ ഗ്രേഡ് കണ്ട ഗൈസ് നിങ്ങൾ? ഈ ജോക്കിയുടെ സീനിന്റെ ഗ്രേഡ് കണ്ട നിങ്ങൾ? നോക്കിക്കോണേ, ആ ഒരു ഗോൾഡൻ നോക്ക്. ഇത് ഓറഞ്ച് ആൻഡ് ടീലാണ് ഈ ഗ്രേഡ്. എന്ത് രസമല്ലേ? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നോക്കടാ. ഇത് ഏതിലെ സീൻ? ഇത് ഏതിലെ ഡയലോഗ് കഴിച്ചത്? തോർ ഏതിലെയാണിത്? ബാറ്റ്മാൻ ആണ്. തോറിന്റെ അല്ലേ ഇത്? തോറാ, ഓക്കെ ഓക്കെ. Why do we focus? So that we can learn to pick ourselves up. ഇതിനകത്ത് ഒരു കമന്റ് കണ്ടായിരുന്നു, വല്ലപ്പോ ആണ്ടിലൊരിക്കൽ ആക്റ്റീവ് ആവുന്ന ഒരു ക്യാരക്ടറിന് ഇതിൽ കൂടുതൽ ഓറ ഉണ്ടാക്കി എടുക്കാൻ പറ്റത്തില്ല. നോക്കിയില്ലേ? I'm not as strong as you. No. You're stronger. ആൻഡ് വേറൊരു കാര്യമുണ്ട് ഗൈസ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ടി വിയിൽ നമ്മൾ കണ്ണാപ്പിയും ബോബോയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിനൊരു വലിയ കാര്യമുണ്ട്. ഇപ്പൊ ജോക്കിയെ വേണമെങ്കിൽ ഇപ്പൊ ജോക്കി ഇനാക്റ്റീവാ. ജോക്കിയെ വേണമെങ്കിൽ ഇപ്പം ഇത് ആരാ? എന്റെ കൊച്ചു വിഷമത്തിലാന്നോ? ലൈവില അയ്യോ അടിച്ച് പിരിഞ്ഞല്ലായിരുന്നു. തോറ്റില്ലേ കളി? നമ്മള് ബോയ്ക്കോട്ട് ചെയ്തു ടൂർണമെന്റ്. ടൂർണമെന്റ് ഓടിക്കോട്ട് ചെയ്ത് അടി. അവിടെ കുറെ ശത്രുക്കളുണ്ട്. 16 ടീമിനെ ശത്രുക്കളാക്കി നമ്മൾ വന്നു. ശത്രുക്കളാക്കി വെരി വെരി സ്കോഡ് പിരിച്ചുവിട്ട് അപ്പൊ ആ ഗ്രൂപ്പ് ഡിലീറ്റ് ആക്കി ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ആക്കിയത്. ഇന്നും തോറ്റുപോയി. ഇന്നും തോറ്റുപോയി. എന്ത് പറയാനടാ. അപ്പം നമ്മള് കഴിഞ്ഞ ദിവസം ആ ഹൈറാർക്കിയെ പറ്റി പറഞ്ഞതിന്റെ മെയിൻ കാര്യം പറയാം ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ആക്ച്വലി ഇപ്പം ജോക്കി ഇനാക്റ്റീവ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ജോക്കിയെ ഈ സെനാറിയോസിൽ നിന്നൊക്കെ ഒഴിവാക്കി ഇപ്പം നിർത്തിയിട്ട് നമ്മളുള്ള കണ്ടന്റ്സിലുള്ള ആൾക്കാരെ വെച്ച് മാത്രം കണ്ടന്റ് ചെയ്യാം, മനസ്സിലായോ? പക്ഷേ അങ്ങനെയല്ല. ടി വിക്ക് ഒരു ഹൈറാർക്കി നമ്മൾ ടോപ്പ് ഫ്രം ദ ബിഗിനിങ് നമ്മൾ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൽ ജോക്കി ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയത്തുള്ളൂ. ജോക്കിയുടെ ഇപ്പൊ എന്തൊക്കെ പറയല്ലേ, ലീഡർ എന്നൊരു സാധനം എനിക്കുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഗോഡ് ഫാദർ ആയിട്ടാണ് കണക്കാക്കണം പുള്ളിയെ. അപ്പം എനിക്ക് മുകളിലാണ് എൻ്റെ ടി വിക്കകത്ത് എൻ്റെ ഹൈറാർക്കിയിൽ ഞാൻ പറയണത്. ചിലപ്പോൾ ഡിസിഷൻ മേക്കിങ്സ് ഒക്കെ ഞാൻ പുള്ളിയെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യാൻ വരാറില്ല. അതുകൊണ്ട് ഞാനാ ചെയ്യണേ. അപ്പം പക്ഷേ നമുക്ക് ഇൻ ഗെയിമിനകത്ത് അങ്ങനെ ഒരു ഹൈറാർക്കി ഉണ്ട്. അതിന് തൊട്ട് താഴെ വരുന്നത് ഇപ്പൊ കറന്റ് ചന്ദ്രനാണ്. നേരത്തെ സരക്ക് രായൻ ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പൊ കറന്റ് വരുന്നത് ചന്ദ്രനാണ്. സോ ചന്ദ്രന് ഇൻ ഗെയിമിൽ അവന്റെ കമാൻഡ്സ് അനുസരിക്കുക എന്നുള്ളത് മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ നിങ്ങളിപ്പോൾ പറയല്ല, ഞാനത് തമാശയായിട്ട് പറയണമല്ല. നിങ്ങളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞാൽ കണ്ണാപ്പിയൊക്കെ ആക്റ്റീവായിട്ട് ഒരുപാട്, അതായത് ഒരു കണ്ടിന്യൂസ് ഒരു 6-7 മാസം ടി വിയിൽ ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. അപ്പം നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം ആക്റ്റീവ് ആവുന്നതിൻ്റെ പുറത്ത് കണ്ണാപ്പിയൊക്കെ പിടിച്ച് ഇപ്പോൾ ഗാർഡിയനോ അങ്ങനെ ഒരു സ്ഥാനത്തോടൊക്കെ നമ്മൾ ആക്കാന്ന് പറഞ്ഞാൽ അതിനും മുകളിലോട്ട് നമ്മുടെ ടി വി ഏറ്റവും ഡൗൺ ആയിരുന്ന സമയത്ത് കണ്ണാപ്പി, ബോബോയി ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു, മനസ്സിലായ? ഇവരെല്ലാം ഗ്യാപ്പിലായിരുന്നു. ആ സമയത്ത് നമ്മുടെ ടി വിക്ക് വേണ്ടിയിട്ട് എല്ലാം കൊടുത്തു നിന്ന് ഒരുപാട് പേരുണ്ട്. എക്സാമ്പിൾ സാവേജ്, സ്നൈപ്പ്, മാഡി, നമ്മുടെ മന്ദാരം, കുറേ പേരുണ്ട് അങ്ങനെ. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ വന്നിട്ട് ഒരു സ്ഥാനം അങ്ങനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലൈക്ക് അത് ഭയങ്കര ബാലന്, വില്ലു, കീരി, അങ്ങനെ കുറേ പേരുണ്ട്, മനസ്സിലായി? ഞാൻ പറയാം, എല്ലാവരും എടുത്തെടുത്ത് പറയണില്ല, കുറേ പേരുണ്ട്, എനിക്കറിയാം. ഇവരൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് 10 ദിവസം ഇപ്പൊ കണ്ണാപ്പി കാണാൻ തുടങ്ങിയിട്ട് കൂടിപ്പോയ ഒരു 10-25-20 ദിവസമായിട്ടുണ്ടാവും. അങ്ങനെ ഒരു സ്ഥാനം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിന് ഇൻസൈഡ് ദ പ്ലേയേഴ്സിൽ ഈഗോ വരും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എല്ലാ ഗ്യാങ്ങുകളോടും ഞാൻ പറയണ ഒരു കാര്യം, ഈ സിനർജി എന്ന് പറയുന്ന സാധനം
ഗെയിമിനകത്തും ഡിസ്കോഡിലും ബിൽഡ് ചെയ്യാനുള്ളത് മാത്രമല്ല, റിയൽ ലൈഫിൽ കണ്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് കൊണ്ടുവരേണ്ട സാധനമാണ്. അത് ടി വിക്കകത്ത് ഒരു പർട്ടിക്കുലർ സമയത്ത് ഇല്ലാതെ പോയപ്പോഴാണ് ടി വിയുടെ ഡൗൺഫാൾ എന്ന് വന്നത്. അതെനിക്ക് മനസ്സിലായ ഒരു വലിയ കാര്യമാണ്, മനസ്സിലായ വലിയൊരു കാര്യമാണ്. അതിനുശേഷം നിങ്ങൾ റീബിൽഡിന് ശേഷം എത്ര മീറ്റപ്പ് വെച്ചെന്നറിയോ ഞാൻ? അത് വെറുതെ അല്ല കൈസ്. അതിനൊക്കെ നിങ്ങൾ ആലോചിക്കുക, 10, 45 പേരെ, 40 പേരെ, 35 പേരെ നമ്മൾ ഒരു സ്ഥലത്ത് 2-3 ദിവസം ഹോസ്റ്റ് ചെയ്ത് ഫുഡും എല്ലാം ആകുമ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആവും. ബട്ട് സ്റ്റിൽ അത് ചെയ്യുന്നത് നമ്മുടെ ഗ്യാങ്ങിന്റെ സിനർജി ബിൽഡ് ചെയ്യുക. ഇതിനകത്ത് തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിരുന്ന എത്ര പേരുണ്ടായിരുന്നു അറിയോ ഗൈസ് നമ്മുടെ ടി വിയൊക്കെ തന്നെ. ഞാൻ സീരിയസ് ആയിട്ട്, അതായത് ഇവരൊക്കെ പല ഗ്യാങ്ങുകളിൽ നിന്ന് വന്നവരാ. അപ്പൊ എനിക്ക് അടുത്തൊരു മീറ്റപ്പ് വെക്കാനുള്ള സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പം, കാരണം ഇമാരൊക്കെ ഇപ്പോൾ ഒരു വള്ളി മൂഡിലാണ് ഇപ്പം എല്ലാം നിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ കോൺഫിഡൻസ് ഒക്കെ എനിക്കൊന്ന് ബാലൻസ്ഡ് ആക്കണം. അത് ഓവറിലേക്ക് പോകാതെ എനിക്ക് ബാലൻസ്ഡ് ആക്കണം. അപ്പോൾ അടുത്തൊരു മീറ്റപ്പ് ഞാൻ ഉടനെ വെക്കും. ടി വിയുടെ ഒരു മീറ്റപ്പ് ഒരു മോസ്റ്റ്ലി ഈ മന്ത് അവസാനം. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും ആദ്യമേയൊക്കെ ഒരു 2 ദിവസം 3 ദിവസം എവിടെയെങ്കിലും ഞാനൊരു നല്ല മീറ്റപ്പ് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഇവന്മാരത്തൊക്കെ ഞാൻ നേരത്തെ ലൈവ് ഇട്ട് നേരത്തെ ഇതാക്കാനുള്ളൊരു കാര്യം പറഞ്ഞേക്കെ. മന്ത് എൻ്റെ ആയിരിക്കും 28 വരെയല്ലോ ഈ മാസം. അപ്പോൾ ഒരു മന്ത് എൻ്റെ ആ ഒരു സമയം 25, 26, 27 ഒക്കെ ആയിരിക്കും. #1 ആയെന്നോ? #1 ആയോ ഇവിടെ? നിർത്തിപ്പോ. എന്ത്? ലെറ്റ്സ് ഗോ. #1 ട്രെൻഡിങ്. രണ്ടാമത്തെ ഗെയിം തെറാപ്പിസ്റ്റിന്റെ വീഡിയോ ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. എടാ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഗൈസ്, ഞാൻ നേരത്തെ യൂട്യൂബിൽ ലൈവ് ചെയ്യുമ്പോഴോ കണ്ടന്റ് ഇടുമ്പോഴും ഗെയിമിംഗ് കാറ്റഗറി ഇട്ടാൽ പോലും എൻ്റെ സ്ട്രീമിന് 280-300K വ്യൂസ് ഉള്ള സ്ട്രീം പോലും എൻ്റെ ട്രെൻഡിങ് അടിച്ചിട്ടില്ല. ഇപ്പോഴാണ് വന്നത് എനിക്കിത്. സത്യം പറഞ്ഞാൽ ഈ ട്രെൻഡിങ് ഇത്രയും നാളായിട്ട് വന്നിട്ടില്ല. നമ്മൾ എത്ര വീഡിയോ ഇട്ട് നമ്മുടെ ഇതിൽ ഹിറ്റായ വീഡിയോസ് പോലും ട്രെൻഡിങ് കയറിയിട്ടില്ല. ഗൈസ് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. IRL സ്ട്രീമോ? ഓണത്തിലെ പോലെ IRL സ്ട്രീം ഈ വട്ടം നമ്മൾ വല്ല മൂന്നാറോ അവിടൊക്കെ ആയിരിക്കും അവിടെ എടുക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് റേഞ്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ, നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയണില്ല. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഞാൻ മറ്റന്നാൾ 7-ാം തീയതി ഞാൻ മാലിടാൻ പോവാണ്. ശബരിമല പോകണം. ഈ മാസം ശബരിമല പോകുന്നുണ്ട്. അമ്മ ആദ്യമായിട്ടാണ് ശബരിമല പോണേ. അപ്പോൾ അമ്മയ്ക്ക് ശബരിമല പോകുമ്പോൾ ഞാൻ ഒത്തിരി വട്ടം പോയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ കുറച്ച് 4-5-6 വർഷമായിട്ട് ഞാൻ പോയിട്ടില്ല. അതിനു മുമ്പ് കുറേ വട്ടം പോയി. ഒരു 10-15 വട്ടമെങ്കിലും പോയിട്ടുണ്ടാവും ശബരിമലയിൽ. അമ്മ ആദ്യമായിട്ടാണ് പോകണം. അപ്പോൾ അമ്മയുടെ കൂടെ എനിക്കൊന്ന് പോകണം. നമ്മുടെ പത്തനംതിട്ടയിലല്ലേ അയ്യപ്പൻപുറം ഉള്ളത്. പുള്ളിയെ കുറേ നാളായി പോയി കണ്ടിട്ട്. അതുപോലെ വേറൊരു കാര്യോട്, ഇന്ന് രാവിലെ ഉറങ്ങി കിടന്നപ്പോൾ എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നത് കേട്ടാ. എന്തോ ചെക്ക് കേസ് ഉള്ളത്. ഞാൻ ഞെട്ടി എണീറ്റിട്ട്, ചെക്ക് കേസാ? ജീവിതത്തിൽ ഞാനൊരു ചെക്ക് കൊടുത്തിട്ടില്ല ഇതുവരെ കേട്ടാ. ഇതെല്ലാം കറക്റ്റ് എൻ്റെ തലയിൽ എങ്ങനെ വെറുതെ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് ഈ 2026 ഫുള്ള് കേസ് ബഹളം, കോൺട്രവേഴ്സി ഒന്നുമല്ല, കേസ് ബഹളം ഇതൊക്കെയാണ്. ആരോ അവിടെ പേര് കൊടുത്തതിനകത്തുനിന്ന് അവിടുത്തെ ഇതിൽ കൊണ്ടുപോയി ചെയ്ത് കൊടുത്തത് ഈഗിൾ എന്നൊരു പേരുണ്ടായിരുന്നു അതിനകത്ത്. എന്തോ ഈഗിൾ സ്റ്റോഴ്സ് എന്തോ അങ്ങനെ എന്തോ ഒരു സ്റ്റോറീസോ അങ്ങനെ എന്തോ ഒരു പേര്, അതവരുടെ കമ്പനിയുടെ പേരാ ശരിക്കും. ഇവർ ഈഗിൾ എന്ന് കേട്ടപ്പോൾ അന്വേഷിച്ച് എൻ്റെ വീട്ടിൽ വന്ന് മമ്മി വിളിച്ചിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇത് സമാധാനമില്ലല്ലോ മനുഷ്യരോട് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത്. ഞാൻ എന്ത് പറയണം ഗൈസ്, ഇതൊക്കെ എങ്ങനെ എൻ്റെ തല വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാം ഈ വർഷം കേസ് ബഹളമായിരുന്നു എൻ്റെ തലയിൽ. എല്ലാം കൂടെ എനിക്ക് സമാധാനം ഇല്ലാണ്ടായി. അപ്പോൾ എന്തായാലും ഈ സമാധാനക്കേടുള്ളത് കൊണ്ട് അയ്യപ്പൻ പുഴയെ ഒന്ന് പോയി കണ്ടിട്ട് എൻ്റെ വിഷമങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്വന്തം നാട്ടിലല്ലേ. അപ്പോൾ ശബരിമല പോകണം. 17-ാം തീയതി ആയിരിക്കും ഞാൻ ശബരിമല പോകണം. 17-ാം തീയതി 16-ാം തീയതി ആയിരിക്കും ശബരിമല പോകണം. അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും വെൽക്കം. സായിപ്പിന്റെ സ്റ്റോറി എന്താ? സായിപ്പോപ്പി. അനിൽ കേസ്. ഹായ് അനിൽ കേസ്. സ്കൈ ഹൈ സ്പെക്ടാക്കിൾ February 5, 2026. ക്യാൻ വി പ്ലേ അഗെയിൻ പലേറ്റോ സുമോ? ദ ഇവന്റ് ഈസ് കമ്മിങ് ബാക്ക് അഗെയിൻ. അമ്പോ, ആ പഴയ ഇവന്റ് വരുന്നുണ്ടല്ലേ. സാഹിബിന്റെ കൂടെ പോയി PUBG കളിച്ചാലോ കുറച്ച് ദിവസം. നമുക്ക് അവിടെ എക്സ്പോഷർ കുറവല്ലടാ. നമ്മൾ അവിടെ പോയി കളിച്ച നമ്മൾ എക്സ്പോഷർ കൂട്ടാനാണെന്ന് നാളെ TJ പറയും. നിങ്ങൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ കണ്ടായിരുന്നോ ഗൈസ്?
TJ വേഴ്സസ് KVA സിറ്റുവേഷൻ ആയ സമയത്ത് അല്ല TJ വേഴ്സസ് TVA സിറ്റുവേഷൻ ആയ സമയത്ത് അതിനകത്ത് ഒരുത്തരിരുന്ന് പറയുമായിരുന്നു പുള്ളി ഇടയ്ക്ക് വെച്ചിട്ട് സായിപ്പിനെ പിടിക്കാൻ പോയി, സായിപ്പിന്റെ കൂടെ PUBG കളിച്ച് വ്യൂസ് ബൂസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നെ സായിപ്പ് വിളിച്ചതാടാ കളിക്കാൻ. സായിപ്പിനോട് ചോദിച്ചാൽ എന്നെ എടാ നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാ. അവൻ എന്നോട് എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, അവൻ നമ്മൾ കളിക്കാൻ വരുമ്പോൾ നമ്മുടെ കുറച്ച് ഓഡിയൻസ് അവിടെ ലൈവ് കാണാൻ ചെല്ലാറുണ്ട്. അപ്പം അങ്ങനെ അവനാണ് ബൂസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന്. നേരെ തിരിച്ചാണ് ഇവന്മാരൊക്കെ പറഞ്ഞു വരുത്തിക്കണം, നേരെ തിരിച്ചാണ് കേട്ടാ ബ്രോ. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഇന്നത്തെ ഈ വീഡിയോ ഇല്ലേ, ഈ വീഡിയോ അപ്പാക്കുന്നതിന് ഒരു 25 മിനിറ്റ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞവൻ 1.5 മണിക്കൂർ ലൈവ് ഇട്ട് കഴിഞ്ഞാലും വരുന്നതിന്റെ 10 ഇരട്ടി വ്യൂസ്. ആൾക്കാർ വെയിറ്റിംഗ് ആയിരുന്നു ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടായിരുന്നു, വെയിറ്റിംഗ് ലിസ്റ്റിൽ. മനസ്സിലായി? ഈ VC-യിൽ ഇരുന്ന് ഈ ഡയലോഗ് അടിച്ചവൻ പറയുന്നവൻ അവൻ ഇനി ചിലപ്പം അവര് 10-20 പേരെ തുടിയില്ലാതെ കൊണ്ട് നിർത്തിയാൽ പോലും ആ ലൈവ് കാണാൻ വരുന്ന 1.5 മണിക്കൂറിൽ വരുന്ന കൗണ്ട് ഇവിടെ ഈ ഇതിന് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ബ്രാൻഡ് അത്രേ ഉള്ളൂ, പിന്നല്ല അവൻ്റെയൊക്കെ വായ്ത്താളം. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. നമുക്ക് അപ്പോൾ ഇന്ന്